നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C++ൽ യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ നേരത്തെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിരുന്നു. ഏതായിരുന്നു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേഷൻസ്? ലെസ് ദാൻ, അതായത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ തന്നെ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ഒക്കെ എന്താണ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണെന്നും ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും C++ൽ യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇഫ് ഉണ്ട്, എൽസ് ഉണ്ട്, എൽസ് ഇഫ് ഉണ്ട്, പിന്നെ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പം ഈ ഒരു സിന്റാക്സ് നിങ്ങൾ കണ്ടേ, ഇഫ് കണ്ടീഷൻ, ഇവിടെ എന്ത് കൊടുക്കും? നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും, അതായത് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നമ്മൾ ഇവിടെ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് കണ്ടോ, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ കേർലി ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കോഡിനെയാണ് നമ്മൾ ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ ഇഫിനകത്ത് ഇവിടെ ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഫാൾസ് ആണെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷനും നടക്കില്ല. ട്രൂ ആണെങ്കിൽ മാത്രം അത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇത് ഇഫിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതെന്ന് പറയുന്നത് കണ്ടോ, ഹാഷ് ഇൻക്ലൂഡ് iostream.h നെയിം സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ അകത്ത് ഇന്റ് എക്സ് ഈസ് ഈക്വൽ ടു 20, എക്സിന്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. ഇപ്പൊ വൈയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് വൈയുടെ വാല്യൂ 18 എന്ന് കൊടുക്കാം. ഇന്റ് y ഈസ് ഈക്വൽ ടു 18. ഇനി ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ y, അതായത് എക്സിന്റെ വാല്യൂ വൈയുടെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ, ഇഫ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ, ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് കേർലി ബ്രാക്കറ്റിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്തേക്കുന്നത്? സി ഔട്ട് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പ്രിന്റ് ചെയ്ത് വരണം. അപ്പൊ നമുക്കിത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. എക്സിന്റെ വാല്യൂ 20 ആണ്, വൈയുടെ വാല്യൂ 18 ആണ്. അപ്പൊ 20 ഗ്രേറ്റർ ദാൻ 18 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. 20 ഗ്രേറ്റർ ദാൻ 18 ആണല്ലോ, 18നെക്കാട്ടിലും വലുതാണ് 20 എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ട്രൂ ആണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഇഫിനകത്തുള്ള ഈ ബ്രാക്കറ്റിലുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന. അപ്പൊ എന്ത് ചെയ്യും? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പ്രിന്റ് ചെയ്യണം. റൺ ചെയ്ത് നോക്കാം അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല. നോക്ക്, നമ്മുടെ ഔട്ട്പുട്ട് കിട്ടി, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എൽസ് സ്റ്റേറ്റ്മെന്റ് എന്നാന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഇഫ് പറഞ്ഞു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനകത്തുള്ള ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എൽസ് എന്ന് പറഞ്ഞാല് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ ഇഫിൽ പറഞ്ഞു. അപ്പൊ ഫോൾസ് ആണെങ്കിൽ നമുക്ക് അറിയണമല്ലോ തെറ്റാണോ ശരിയാണോ എന്ന് അറിയണമല്ലോ. അപ്പൊ തെറ്റാണെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് എൽസിനകത്ത് കൊടുത്തേക്കുന്നത്. ഈ സിന്റാക്സ് നോക്കി, ഇഫ് കണ്ടീഷൻ കൊടുക്കും. ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ ഓപ്പൺ മുതൽ ഈ ക്ലോസ് വരെയുള്ള ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസിലുള്ള ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇഫ് എൽസ്. മറ്റടുത്ത് ഇഫ് മാത്രമേ ഉള്ളൂ, ട്രൂ ആണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യൂ. ഇവിടെ ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണെങ്കിൽ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ വേറൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം നോക്കാം. ഇത് ഇവിടെ നോക്കിയേ, ഇന്റ് ടൈം ഈസ് ഈക്വൽ ടു 20. ടൈമിന്റെ വാല്യൂ 20 ആണ്. ഇഫ് ടൈം ലെസ് ദാൻ 18, അതായത് ടൈം 18നെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗുഡ് ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഇനി ടൈം 18നെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ, എൽസ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതലാകാം അല്ലെങ്കിൽ ഈക്വൽ ആകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് പ്രിന്റ് ചെയ്യണം. ഇപ്പൊ നോക്കിയേ, ഇവിടെ ടൈമിന്റെ വാല്യൂ എത്രയാണ്? 20 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 20 ലെസ് ദാൻ 18 ആണോ എന്ന് നോക്കും. എന്താണ്? ഫാൾസ് കണ്ടീഷൻ ആണ്. എന്താ?
20 ലെസ് ദാൻ 18 അല്ലല്ലോ, ഗ്രേറ്റർ ദാൻ ആണല്ലോ, 18നെക്കാട്ടിലും വലുതാണ്. അപ്പൊ എങ്ങോട്ട് പോകും? എൽസ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും, ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിലുള്ളത് പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഗുഡ് ഈവനിങ് എന്നാണ് നമുക്ക് കിട്ടുന്നത്, എൽസ് ആയതുകൊണ്ട്, ഫോൾസ് ആയതുകൊണ്ട്. ഇനി കണ്ടീഷൻ ട്രൂ ആക്കിയൊന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ 20 മാറ്റിയിട്ട് 2 ആക്കുകയാണ്, 2 ആക്കി. അപ്പൊ 2 ലെസ് ദാൻ 18 അല്ലേ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? റൺ ചെയ്യുമ്പോ നമുക്ക് എന്താ വരേണ്ടത്? ട്രൂ ആണെങ്കിൽ ഗുഡ് ഡേ എന്ന് വരണം. കണ്ടോ, നമ്മുടെ ഔട്ട്പുട്ട് എന്തായി? ഗുഡ് ഡേ എന്നായി. ഇനിയിപ്പോ ഇവിടെ നമ്മൾ മാറ്റി കൊടുക്കുക, കണ്ടീഷൻ ഫോൾസ് ആവുന്ന കണ്ടീഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? എൽസിലുള്ള റിസൾട്ട് കിട്ടണം. എൽസിലുള്ള എന്താണ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്? ഗുഡ് ഈവനിങ് എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് ഈവനിങ് എന്ന ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ ഇവിടെ വന്നത്. അപ്പൊ ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഇഫ് എൽസ് ഇഫ് എന്താണെന്ന് നോക്കാം. ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞാല് ഇഫില് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കും. ഈ സിന്റാക്സ് നോക്കി, ഇഫിൽ ഒരു കണ്ടീഷൻ കൊടുക്കും, കണ്ടീഷൻ 1. ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അടുത്ത എൽസിൽ നമ്മൾ എന്താ കൊടുത്തിരുന്നത്? ഫാൾസ് ആണെങ്കിലുള്ള എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ അതിനു പകരം ഇവിടെ എൽസിന്റെ കൂടെ ഒരു ഇഫ് കണ്ടീഷൻ കൂടി കൊടുക്കും. കണ്ടോ, ഇഫ് കണ്ടീഷൻ 2. അപ്പം ഇത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്തുള്ള ഈ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ മാത്രം അടുത്ത എൽസിലേക്ക് പോയിട്ട് എൽസിലുള്ള ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായി കാണുമോ? ഒന്നുകൂടെ പറയട്ടെ. ഇഫ് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്തുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിലേക്കാണ് വരുന്നത്. എൽസിൽ വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്തുള്ള ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഈ കണ്ടീഷനും തെറ്റാണെങ്കിൽ ഇവിടെ എൽസിലേക്ക് പോകും. എൽസിൽ പോയിട്ട് എൽസിലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഈ ഒരു പ്രോഗ്രാം ഇതിനകത്ത് ഇന്റ് ടൈം ഈസ് ഈക്വൽ ടു 22. ടൈമിന്റെ വാല്യൂ എത്രയാണ്? 22 ആണ്. ഇഫ് ടൈം ലെസ് ദാൻ 10, അതായത് 22 എന്ന് പറയുന്നത് 10നെക്കാട്ടിലും ചെറുതാണെങ്കിൽ എന്താ? ഗുഡ് മോർണിംഗ് എന്ന് പ്രിന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസിൽ വരും. എൽസിൽ വന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ടൈം ലെസ് ദാൻ 20, ടൈം എന്ന് പറയുന്നത് 20ക്കാട്ടിലും ചെറുതാണെന്നുണ്ടെങ്കിൽ ഗുഡ് ഡേ എന്ന് പ്രിന്റ് ചെയ്യുക. ഇനി ഇതും തെറ്റാണ്, ഇതും തെറ്റാണെങ്കിൽ വീണ്ടും എൽസിൽ വരും. എൽസിൽ വന്നിട്ട് ഗുഡ് ഈവനിങ് എന്ന് പ്രിന്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ നോക്കി, ഇവിടെ ടൈം 22 ആണ്. നമ്മൾ ഇവിടെ വന്നു 22 ലെസ് ദാൻ 10, എന്താണ്? തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്തു? എൽസിൽ പോയി. അവിടെ വീണ്ടും കണ്ടീഷൻ ഉണ്ട് 22 ലെസ് ദാൻ 20, അതും തെറ്റാണ്. അപ്പൊ ഇവിടെ വരും എൽസിൽ വന്നിട്ട് ഗുഡ് ഈവനിങ് എന്ന് പ്രിന്റ് ചെയ്യും. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒരു ചെറിയ നമ്പർ കൊടുത്തേക്കാം, 2 കൊടുക്കാം. ടൈം ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും? ടൈം ഈസ് ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ലെസ് ദാൻ 10 ആണല്ലോ, 10നെക്കാട്ടിലും ചെറുതാണ് 2 എന്ന് പറയുന്ന ടൈം. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യും? നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പ്രിന്റ് ചെയ്യും. അതാണ് ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഷോർട്ട് ഹാൻഡ് ഇഫ് എൽസ് അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ ആണ്. ഷോർട്ട് ഹാൻഡ് ഇഫ് എൽസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടെർണറി ഓപ്പറേറ്റർ. അപ്പൊ ഇതും നമ്മുടെ ഇഫ് എൽസ് ഇഫ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു കോഡ് എഴുതുമ്പോൾ ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടു, നമ്മൾക്ക് എന്താ ഇഫ് എൽസ് ഇഫ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഒത്തിരി ബ്ലോക്ക് ഓഫ് കോഡ് ഇങ്ങനെ താഴെ ഒരുപാട് ലൈനിൽ നമ്മൾ എഴുതിപ്പോവും. ആ ഒരു ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ വേരിയബിൾ കൊടുക്കും. വേരിയബിൾ ഈക്വൽ, ഇവിടെയാണ് കണ്ടീഷൻ കൊടുക്കുന്നത്. ഇപ്പൊ കണ്ടീഷൻ ബ്രാക്കറ്റ് കൊടുക്കും, അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം കൊടുക്കും. കണ്ടോ, എക്സ്പ്രഷൻ ട്രൂ. നമ്മൾ ഇവിടെ കൊടുക്കുന്ന എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ വാല്യൂ, ഇവിടെ വരുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. ഇനി എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ രണ്ടാമത് വരുന്ന ട്രൂ കഴിഞ്ഞിട്ട് ഒരു കോളൻ കൊടുത്തിട്ടാണ് രണ്ടാമത്തെ വാല്യൂ കൊടുക്കുന്നത്. അതിനുശേഷം സെമി കോളൻ. ഇങ്ങനെയാണ് സിന്റാക്സ് വരുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ആദ്യത്തെ വാല്യൂ പ്രിന്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ രണ്ടാമത്തെ വാല്യൂ പ്രിന്റ് ചെയ്യും. അതിന്റെ ഒരു എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ജസ്റ്റ് അതിന്റെ ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഇത് നോക്കിയാൽ ഹാഷ് ഇൻക്ലൂഡ് iostream.h, അത് കഴിഞ്ഞിട്ട് ഇൻറ്റു മെയിൻ തൊട്ട് നോക്കി ഇൻറ്റു മെയിൻ ബ്ലോക്കിൽ ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു 20, ടൈമിന്റെ വാല്യൂ എത്രയാണ് 20 ആണ്. സ്ട്രിംഗ് റിസൾട്ട് ഈസ് ഈക്വൽ ടു, അപ്പം നമ്മുടെ വേരിയബിൾ എന്താണ് സ്ട്രിംഗ് ആണ്, നമുക്ക് വേരിയബിൾ ഏതാണ് സ്ട്രിംഗ് ആണ്. റിസൾട്ട് ഈസ് ഈക്വൽ ടു, റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട. റിസൾട്ട് ഈസ് ഈക്വൽ ടു ടൈം ലെസ് ദാൻ 18, അതായത് നമ്മൾ ടൈം എന്ന് പറയുന്നത് 18-നെക്കാട്ടിലും കുറവാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, ഈ ഗുഡ് ഡേ എന്ന് പ്രിന്റ് ചെയ്യും. ഇനി ടൈം എന്ന് പറയുന്നത് 18-നെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, നമുക്ക് ഗുഡ് ഈവനിങ് എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ ടൈം ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഇത് പ്രിന്റ് ചെയ്യും. അതല്ല ഇത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ രണ്ടാമത്തെ പ്രിന്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ ടൈം 20 ആണല്ലോ, 20 ലെസ് ദാൻ 18 എന്നാണ് പറഞ്ഞേക്കുന്നത്. 20-നെക്കാട്ടിലും ചെറുതല്ലല്ലോ, അല്ല 18-നെക്കാട്ടിലും ചെറുതല്ലല്ലോ 20, 18-നെക്കാട്ടിലും വലുതാണ്. അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഗുഡ് ഈവനിങ് എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ടൈം ഒന്ന് ഇത് മാറ്റി കൊടുത്തു നോക്കാം. ഈ ടൈം ഞാൻ 20 മാറ്റിയിട്ട് 2 ആക്കുവാണ്. 2 ആക്കി, ടൈം 2 ആക്കി. അപ്പൊ 2 ലെസ് ദാൻ 18 കറക്റ്റ് ആണല്ലോ, ഈ കണ്ടീഷൻ ട്രൂ ആണ്. 18-നെക്കാട്ടിലും ചെറുതാണ് 2. അപ്പൊ നമുക്ക് എന്താണ് പ്രിന്റ് ഔട്ട് കിട്ടേണ്ടത്, ഗുഡ് ഡേ എന്നാണ് കിട്ടേണ്ടത്. കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോ ഇങ്ങനെ കൊടുക്കുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത് ടെർണറി ഓപ്പറേറ്റർ, അല്ലെങ്കിൽ എന്താ ഷോർട്ട് ഹാൻഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. നോക്കിയേ ഇവിടെ ഗുഡ് ഡേ എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആദ്യത്തത്, ഇത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരും, സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ റിസൾട്ട് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ട്രൂ ആണെങ്കിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എഴുതുക ആൻസർ ആയിട്ട്, ഫോൾസ് ആണെങ്കിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എഴുതുക. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. അപ്പൊ സ്വിച്ചിൽ നോക്കിയേ, ഇവിടെ സിന്റാക്സ് നോക്കിയേ, സ്വിച്ച് എക്സ്പ്രഷൻ, നമ്മൾ ഇവിടെ എക്സ്പ്രഷൻ കൊടുക്കും. അതിനുശേഷം കർലി ബ്രാക്കറ്റിനകത്താണ് കോഡുകൾ, ഒരുപാട് കോഡുകൾ, എത്രയെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ ആ കോഡുകൾ നമ്മൾ കൊടുക്കുക. ഇപ്പൊ നോക്കിയേ ഇവിടെ കേസ് എക്സ്, അതായത് നമുക്ക് ആ എക്സ്പ്രഷനിൽ മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേസിനകത്തുള്ള ബ്ലോക്ക് ഓഫ് കോഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി മാച്ചിങ് കേസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഡീഫോൾട്ടിനകത്തുള്ള ബ്ലോക്ക് ഓഫ് കോഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം നോക്കി, ഇവിടെ ഇന്റ് ഡേ ഈസ് ഈക്വൽ ടു 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്വിച്ച് ഡേ, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഡേ ആണ് സ്വിച്ചിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡേ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്, 4. അപ്പൊ സ്വിച്ച് 4 എന്നാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കിയേ, കേസ് ഓരോന്നുമായിട്ടും ചെക്ക് ചെയ്യും. കേസ് 1 ഇവിടെ 4, ഇവിടെ സ്വിച്ച് ഡേയുടെ അതും കേസുമായിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കും. അപ്പൊ ഇവിടെ 4 ആണ്, ഇവിടെ 1 ആണ്. അപ്പം കേസ് 1 എക്സിക്യൂട്ട് ചെയ്യില്ല. അടുത്ത് ഇവിടെ പോവും, കേസ് 2ല് പോവും. ഇവിടെ 2 ആണ്, ഡേ എന്ന് പറയുന്നത് ഏതാണ് 4 ആണ്. അപ്പം ഇതും എക്സിക്യൂട്ട് ചെയ്യില്ല. പിന്നെ അടുത്ത കേസിൽ പോവും, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്, മാച്ചിങ് അല്ല. അപ്പൊ അതും എക്സിക്യൂട്ട് ചെയ്യില്ല. ബ്രേക്ക് കൊടുത്തേക്കുന്ന അവിടുന്ന് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തേന്ന് പറഞ്ഞാൽ കേസ് 4. അപ്പൊ ഇവിടെ എന്താ, ഡേ ഏതാണ് 4 ആണ്, കേസ് 4 ആണ്. അപ്പൊ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും, തേഴ്സ്ഡേ എന്ന് കിട്ടും. ഇവിടെ കേസ് 4ല് എന്താണ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്തേക്കുന്നത്, പ്രിന്റ് ചെയ്യാനാണ്. സി ഔട്ട് തേഴ്സ്ഡേ എന്ന് പ്രിന്റ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് തേഴ്സ്ഡേ എന്ന് പ്രിന്റ് ചെയ്യും. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഡേ ഒന്ന് മാറ്റി കൊടുക്കട്ടെ. ഡേ ഈസ് ഈക്വൽ ടു, നമുക്ക് വേറൊരു ഡേ കൊടുത്തു നോക്കാം. ഡേ ഈസ് ഈക്വൽ ടു ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. ഡേ ഈസ് ഈക്വൽ ടു 2. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്ത് വരുമെന്ന് നോക്കാം. അപ്പൊ എന്തായിരിക്കും വരേണ്ടത്, കേസ് 2 ഏതാണ്, ട്യൂസ്ഡേ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പ്രിന്റ് ചെയ്തത്, ട്യൂസ്ഡേ എന്നാണ് പ്രിന്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബ്ലോക്ക് ഓഫ് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ഇനി ഈ കേസുകൾ ഒന്നും മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കി, ഈ ഒരു പ്രോഗ്രാമിൽ ഡേ ഈസ് ഈക്വൽ ടു 4 ആണ്. എന്നിട്ട് ഇവിടെ സ്വിച്ച് ഡേ കൊടുത്തിട്ടുണ്ട്. കേസ് എന്താണ് 6ഉം 7ഉം ആണുള്ളത്, 4 കേസ് 4 ഇല്ല. അങ്ങനെയുള്ളപ്പോ എങ്ങോട്ട് പോകും, ഡീഫോൾട്ടിലോട്ട് പോയിട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ദി വീക്കെൻഡ് എന്ത് പ്രിന്റ് ചെയ്യും, ലുക്കിംഗ് ഫോർവേഡ് ടു ദി വീക്കെൻഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഡേ മാറ്റിയിട്ട് ഞാൻ 4 മാറ്റിയാണ്. 4 മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഉള്ള 6 കൊടുത്തു നോക്കാം. 6 എന്ന് പറയുന്ന കേസ് ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഈ കേസ് 6നകത്തുള്ള
ഏത് ബ്ലോക്കാണോ കൊടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് അത് വരും. ഇവിടെ എന്താണ് CO ടുഡേ ഈസ് സാറ്റർഡേ. അപ്പൊ എന്ത് വന്നു? ടുഡേ ഈസ് സാറ്റർഡേ എന്ന് വന്നു. അപ്പൊ ഇല്ലാത്ത ഒരു കേസാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് എങ്ങോട്ട് പോകും? ഇനിയിപ്പം 1 എന്ന് പറയുന്ന ഒരു കേസ് നമ്മുടെ ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ അത് കൊടുത്തിട്ട് റൺ ചെയ്താൽ എന്ത് വരും? ഡയറക്റ്റ് ഡീഫോൾട്ടിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഡീഫോൾട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലുക്കിംഗ് ഫോർവേഡ് ടു ദി വീക്കെൻഡ് എന്ന് വന്നു. അപ്പൊ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഒക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പൊ അത് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്